അസാധാരണമായൊരു രക്ഷാദൌത്യത്തിനാണ് കൊച്ചി നഗരം രാത്രിയിൽ സാക്ഷ്യം വഹിച്ചത്. ഒരാഴ്ചയിലേറെയായി കലൂർ സ്റ്റേഡിയത്തിന് സമീപം മെട്രോ റെയിലിന്റെ തൂണിൽ കുടുങ്ങിയ പൂച്ചയെ മണിക്കൂറുകൾക്കൊടുവിൽ രക്ഷപ്പെടുത്തി. ആദ്യ 2 ശ്രമങ്ങളും പാഴായതോടെ രാത്രി 12 മണിക്ക് ശേഷം അഗ്നിരക്ഷാസേനയും അനിമൽ റെസ്ക്യൂ സംഘവും ചേർന്ന് നടത്തിയ രക്ഷാപ്രവർത്തനം പുലർച്ചെ 1:30യോടെയാണ് ലക്ഷ്യം കണ്ടത്. നഗരത്തിരക്കിൽ മരണവേഗത്തിലോടുന്ന വണ്ടികൾ, കൊച്ചിയുടെ തിരക്കിനുമേലെ കുതിച്ചുപായുന്ന മെട്രോ, ശരവേഗത്തിന് താങ്ങായ കലൂരിലെ 556 നമ്പർ മെട്രോ പില്ലർ, അവിടെ ഒരു കുഞ്ഞു ജീവൻ. എത്ര നോക്കിയിട്ടും താഴെ ഇറങ്ങാൻ ഒരു വഴിയുമില്ല. മുകളിൽ ഇരമ്പുന്ന മെട്രോ, താഴെ ഇരച്ചുപായുന്ന വാഹനങ്ങൾ. ഒരാഴ്ച മുൻപാണ് അമളി പറ്റിയ കൊച്ചു പൂച്ചക്കുഞ്ഞ് താഴെ ഓട്ടോ തൊഴിലാളികളുടെ കണ്ണിലുടക്കിയത്. അത്രയും ഉയരത്തിലിരിക്കുമ്പോഴും അവന്റെ വയറൊട്ടുന്നത് അവർ കണ്ടു. ഇന്നലെ രാത്രി തൊട്ടേ ഈ ഇത് കണ്ടിട്ട് ഞങ്ങൾ ഫയർഫോഴ്സിനെ വിളിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു ഈ ഭാഗത്ത് TD റോഡിന്റെ അവിടെയുള്ള അവിടെയാണെന്ന് തോന്നുന്നു കിട്ടിയേക്കണത്. അപ്പൊ ഞാൻ വാട്സാപ്പിലൊക്കെ ഇട്ടുകൊടുത്തു, ഈ ന്യൂസൊക്കെ വാട്സാപ്പിൽ ഇട്ടുകൊടുത്തു. ഇന്ന് രാവിലെയും വിളിച്ചു. അപ്പൊ ഇന്നലെ രാത്രി ഞാൻ എന്റെ വീടിന്റെ അടുത്തുള്ള കുറച്ച് പയ്യന്മാരെയൊക്കെ പറഞ്ഞു കൊടുത്തേ, നോക്കുമ്പോനെ നിങ്ങളും വിളിക്കും. 6 വർഷം മുൻപ് വൈറ്റിലയിലെ 50 അടി ഉയരമുള്ള തൂണിൽ കയറിയ മെട്രോ മിക്കിക്ക് പിൻഗാമിയായ അവന് അവർ ഒരു പേരുമിട്ടു: സുഭാഷ്. അതെ, ഗുണാക്കേവിന്റെ ആഴങ്ങളിൽ പെട്ടുപോയ മഞ്ഞുമ്മൽ ബോയിയുടെ അതേ പേര്. സുഭാഷ് എന്ന പേരിട്ട് ഞങ്ങൾ തന്നെയാണ്. അതിന് കാരണമുണ്ട്. മഞ്ഞുമ്മൽ ബോയ്സ് സുഭാഷ് താഴെ വീണത്, ഈ സുഭാഷ് മേളിലാണ് നിൽക്കുന്നത്. സുഭാഷ് താഴെ വീണ സുഭാഷ് രക്ഷിച്ചു, മേളിൽ നിൽക്കുന്ന സുഭാഷ് രക്ഷിക്കണം. ഒടുവിൽ കൊച്ചി മെട്രോ തന്നെ മുന്നിട്ടിറങ്ങി. ഇന്നലെ ഉച്ചയോടെ അനിമൽ റെസ്ക്യൂ ടീം ക്രെയിനിൽ തൂണിലേക്ക്. 17 മിനിറ്റ് മെട്രോ സർവീസ് നിർത്തിവച്ചു. ഫയർഫോഴ്സും തൂണിന്റെ മുകളിൽ തിരഞ്ഞു. ഒരു രക്ഷയുമില്ല. പൂച്ചക്കുട്ടി പേടിച്ചൊളിച്ചു. ഓടിപ്പാഞ്ഞ് മെട്രോ ട്രാക്കിലേക്കെങ്ങാനും അവൻ കയറിയാൽ അപകടമാണ്. രാത്രി മെട്രോ സർവീസ് അവസാനിച്ച ശേഷം ദൗത്യം തുടരാമെന്ന് തീരുമാനമായി. ട്രാക്കിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച് 12 മണിയോടെ ഓപ്പറേഷൻ സുഭാഷ്. ഫയർഫോഴ്സ് ദൗത്യത്തിലേക്ക്. മൃഗക്ഷേമ സംഘടന SPCAയും മൃഗസ്നേഹികളായ മനുഷ്യരും മാധ്യമങ്ങളും ശ്വാസമടക്കി കാത്തിരുന്നു. ഒടുവിൽ പുലർച്ചെ 1:20ഓടെ സുഭാഷ് സുരക്ഷിത കരങ്ങളിലേക്ക്. ഭക്ഷണവും വെള്ളവും ഒന്നും കിട്ടാതെ ദിവസങ്ങൾ കഴിഞ്ഞതിന്റെ ക്ഷീണത്തിലാണ് സുഭാഷ്. ഇപ്പോൾ പള്ളുരുത്തിയിലെ റെസ്ക്യൂ ഹോമിൽ സുഖചികിത്സ. സുഭാഷിനെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ ഉദാത്ത സ്നേഹത്തിന്റെ മറ്റൊരു മാതൃകയായി. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.